ഏത് ടൈപ്പ് വാഹനവും ഇവിടെ നമുക്ക് റെൻറ്റിന് കിട്ടും. ലക്ഷറിയും കിട്ടും, നോർമലും കിട്ടും. ഞാൻ മാക്സിമം എടുക്കുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിലുള്ള വണ്ടികളാണ് ഞാൻ എടുക്കുക. അത് ഡോക്യുമെൻറ്റ്സ് മെയിനായിട്ട് നമുക്ക് വേണ്ടത് റെസിഡൻസ് കാർഡും ഡ്രൈവിംഗ് ലൈസൻസും, ഒമാനിലെ ഡ്രൈവിംഗ് ലൈസൻസും. ഇപ്പോൾ നിങ്ങൾ ടൂറിസ്റ്റായിട്ട് വരുവാണെങ്കിൽ ഒമാനിലെ മസ്കറ്റ് എയർപോർട്ടിലൊക്കെ ഇറങ്ങുകയാണെങ്കിൽ പാസ്പോർട്ട് വെച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് റെൻറ്റിന് വണ്ടി എടുക്കാം. പക്ഷെ അവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് ഇത് എന്താ പറയുക, ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത എടുക്കുന്ന സമയത്ത് ചിലവർ അഡ്വാൻസ് വാങ്ങിക്കും. ഒരു 100 റിയാലിലൊക്കെ അഡ്വാൻസ് വാങ്ങിച്ച് വയ്ക്കും. അതൊക്കെ പിന്നെ നമുക്ക് റിട്ടേൺ കിട്ടുന്ന സമയത്ത് പിന്നെ 2 ആഴ്ച 3 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് ചിലപ്പോൾ അവർ തിരിച്ചു തരുള്ളൂ. ഡ്രൈവിംഗ് ലൈസൻസും നമ്മുടെ ഒമാനി ഡ്രൈവിംഗ് ലൈസൻസും റെസിഡൻസ് കാർഡും ഉണ്ടെങ്കിൽ നമുക്ക് വേറെ അഡ്വാൻസ് കാര്യങ്ങളൊന്നും പേയ്മെൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ 4 സൈഡിൽ നിന്നും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് വയ്ക്കുക. ഇല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രാച്ച് നമ്മൾ കാണാത്ത നമ്മുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ കണ്ണിൽ അത് കാണുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയതാണെന്നൊക്കെ അവർ പറയും. അതുകൊണ്ട് മാക്സിമം നമ്മൾ 4 സൈഡിൽ നിന്നും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കുക. ഓഡോമീറ്റർ റീഡിങ് അങ്ങനെയുള്ളതൊക്കെ, കിലോമീറ്റർ റീഡിങ് കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കുക. ഇന്ത്യയിൽ ഈ വണ്ടിയുടെ കുറച്ച് മോശമാണ്, എന്നാലും നമുക്ക് വലിയ കുഴപ്പമില്ല. കാരണം റെൻറ്റ് കുറവാണ്. ഇത് 2008 മോഡൽ റെനോൾട്ടിൻ്റെ സിമ്പിൾ പറഞ്ഞ വണ്ടിയാണ്. ഇതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ കിലോമീറ്റർ റീഡിങ് നമ്മൾ എടുത്ത് വെച്ചിട്ട് കിലോമീറ്ററൊന്നും നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് ഇത്ത കമ്പനിയിൽ നിന്ന് കിലോമീറ്റർ ലിമിറ്റൊന്നുമില്ല കേട്ടോ. ചില കമ്പനികളൊക്കെ അല്ലെങ്കിൽ ഷോപ്പുകളൊക്കെ കിലോമീറ്റർ ലിമിറ്റ് പറയുന്നത് ഏകദേശം ഒരു 250 കിലോമീറ്റർ പെർ ഡേ ആണ് മാക്സിമം എല്ലാ കമ്പനികളും പറയുന്നത്. അഡീഷണൽ കൂടെ ഓടുകയാണെങ്കിൽ കിലോമീറ്ററിന് 50 പൈസ വെച്ച് അഡീഷണൽ അടയ്ക്കേണ്ടി വരും. 1 കിലോമീറ്ററിന് 50 പൈസ വെച്ച് അടയ്ക്കേണ്ടി വരും. മാക്സിമം നമ്മൾ ഇങ്ങനെയുള്ള കിലോമീറ്റർ ലിമിറ്റ് ഇല്ലാത്ത അവിടെ നിന്ന് എടുക്കുക. അതാകുമ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ഓടാം. ഫ്യൂവൽ നമ്മൾ ചെയ്യില്ല. അവർ എത്രയാണോ ഫ്യൂവൽ തരുന്നത് അതേ ഫ്യൂവൽ നമുക്ക് അവർക്ക് തിരിച്ചു കൊടുക്കണം കേട്ടോ. മാക്സിമം വണ്ടി എടുക്കുന്ന സമയത്ത് ഇവിടെ പിന്നെ കിലോമീറ്റർ 1.5 ലക്ഷം 2 ലക്ഷം കിലോമീറ്റർ ഓടിയതാണെങ്കിലും വണ്ടിക്ക് വലിയ കംപ്ലയിൻറ്റുകളൊന്നും ഉണ്ടാവില്ല. കാരണം അങ്ങനത്തെ റോഡുകളായ കാരണം മെക്കാനിക്കലായിട്ടുള്ള കംപ്ലയിൻറ്റുകളൊന്നും നമുക്കിവിടെ കാണാം. ഇപ്പോൾ ഞാൻ എടുത്ത വണ്ടി ഏകദേശം 1,75,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. പക്ഷെ നമുക്ക് അങ്ങനെ നോയ്സ് കാര്യങ്ങളൊന്നുമില്ല. സസ്പെൻഷൻ്റെ ചെറിയൊരു ബുഷിൻ്റെ കാര്യങ്ങളൊക്കെ നോയ്സ് ഉണ്ട്, അതൊന്നും നമുക്ക് പ്രശ്നമില്ല. അതുപോലെ തന്നെ പിന്നെ ടയർ പ്രഷറിൻ്റെ TPMSൻ്റെ ലൈറ്റ് കത്തി കിടക്കുന്നുണ്ട്. അതെല്ലാം ഇനി ചെയ്യണം. അതൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ടയർ പ്രഷറൊക്കെ ഞാൻ കറക്റ്റായി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് എത്തിയുള്ളൂ. ഒരു കുഞ്ഞു വീഡിയോ ആണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.